നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 8-2 ഓർമ്മയുണ്ടോ? FC ബാഴ്സലോണ ബയേൺ മ്യൂണിക്കിനോട് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങിയ ആ രാത്രി പോർച്ചുഗലിൽ വെച്ച് നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം. അന്ന് നോക്കൗട്ട് സ്റ്റേജ് മത്സരങ്ങളൊക്കെ സിംഗിൾ ലെഗായിട്ട് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരുമിച്ച് നടത്തിയതാണ്. അന്നാണ് ബയേൺ വേഴ്സസ് ബാഴ്സലോണ മത്സരം നടന്നത്. 8-2. അത് ദ്വിപാദ മത്സരങ്ങളിലെ സ്കോർ ലൈൻ അല്ല, ഒറ്റ കളിയിൽ സംഭവിച്ചതാണ്. അന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ജോഡി ആൽബയും സെർജിയോ ബുസ്കറ്റ്സും. അതിനുശേഷം ഒരുമിച്ച് ഒരു കളിയിൽ കളിച്ചത് ഇന്നത്തെ ദിവസമാണ്. എങ്ങും 8-2 ഓർമ്മ എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ബാഴ്സലോണ ഇന്നലെ നാപ്പോളിയോട് സമനില പിടിച്ചപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി റൗണ്ട് ഓഫ് 16 UCL റൗണ്ട് ഓഫ് 16 അവർക്ക് വേണ്ടി ഗോൾ അടിച്ചു. അപ്പോൾ മെസ്സി അല്ലാത്തൊരു താരം ബാഴ്സലോണയ്ക്ക് വേണ്ടി നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിച്ചത് ഈ 8-2 കളിയിലായിരുന്നു. ഏറ്റവും ഒടുവിൽ അന്ന് സുവാരസ് ഗോൾ അടിച്ചത്. 2 ഗോളുകളാണല്ലോ. അതൊന്ന് അലാബയുടെ ഓൺ ഗോൾ ആയിരുന്നു, ഒന്ന് സുവാരസിന്റെ ഗോളുമായിരുന്നു ബാഴ്സലോണക്കുള്ള ഗോളുകൾ. അതിനുശേഷം പിന്നെ മെസ്സി അല്ലാത്ത ഒരാൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിക്കുന്നത് ഇന്നലെ റോബർട്ട് ലെവൻഡോസ്കിയാണ്. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 8-2 ബാഴ്സ തോൽവിയിൽ ലെവൻഡോസ്കിയും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ മറുപക്ഷത്തെ സ്ട്രൈക്കറായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വകയും ഗോളും ഉണ്ടായിരുന്നു ബയേണിന് വേണ്ടി എന്ന് ഓർക്കുക. എന്തായാലും അതിനുശേഷം മെസ്സിയും സുവാരസും ബുസ്കറ്റ്സും ആൽബയും ഒരുമിച്ച് കളിക്കുന്നത്, ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ ഒരുമിച്ച് കളിക്കുന്നത് ആദ്യമായിട്ടാണ്. ആ കളിയിൽ അവർ വിജയിച്ചേറിയിരിക്കുന്നു. 2-0 വിജയം. മെസ്സിയും സുവാരസും അതിൽ അസിസ്റ്റ് സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും ആ വിജയത്തോടു കൂടി മറ്റൊരു റെക്കോർഡ് കൂടി അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. റിയൽ സാൾട്ടിലേക്ക് കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് MLS അവരുടെ ഓപ്പണിംഗ് ഗെയിംസ് തോറ്റിട്ടുണ്ടായിരുന്നില്ല. മെസ്സി എഫക്റ്റ് ഇപ്പോൾ അതങ്ങ് തീരുമാനമാക്കി കൊടുത്തിരിക്കുന്നു. 14 വർഷത്തെ അൺബീറ്റൻ റണ്ണ് ഇന്റർ മയാമിക്ക് മുന്നിൽ, മെസ്സിയുടെ ഇന്റർ മയാമിക്ക് മുന്നിൽ, മെസ്സിയും സുവാരസും കളിക്കുന്ന ഇന്റർ മയാമിക്ക് മുന്നിൽ അങ്ങ് അവസാനിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.